ദൈവത്തിൻ്റെ സ്വന്തം നാട്, അതാണ് കേരളത്തെ പറ്റിയിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ കേൾക്കുന്ന വാർത്തകളൊന്നും തന്നെ ആ ഒരു ക്യാപ്ഷന് യോഗ്യമായിട്ടുള്ള വാക്കുകളല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടത് കോട്ടയത്ത് ഒരു കുട്ടി അതിഭീകരമായിട്ടുള്ള അവസ്ഥയിൽ റാഗിങ് ചെയ്യപ്പെട്ടു. നമ്മൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തു. അതിൻ്റെ ചൂടാറും മുമ്പ് 2025 ഫെബ്രുവരി 24 കേൾക്കുന്ന വാർത്ത, 23 വയസ്സ് പ്രായമുള്ള കുട്ടി അവൻ്റെ കുടുംബത്തിലെ 6 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിഭീകരമായ കൊലപാതകം. 5 പേര് മരണപ്പെട്ടു. അമ്മ മാത്രമാണ് ഇപ്പോൾ സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. അതിക്രൂരമായിട്ടാണ് അല്ലേ ആ കുട്ടി കൊന്നിരിക്കുന്നത്. ഓരോരുത്തരും വാർത്തകളിലൂടെ കേട്ട് കഴിഞ്ഞാണ് ചുറ്റിക വെച്ച് അവൻ്റെ സഹോദരൻ്റെ തലയ്ക്ക് പിന്നിലും അടിച്ചേക്കാണ്. അവൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ മുഖത്ത് ചുറ്റിക വെച്ച് അടിച്ച് മുഖം വികൃതമായിരിക്കുകയാണ്. അപ്പോൾ കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞ ആ കുട്ടിയുടെ മുഖം അതിൻ്റെ പേരൻസിന് പോലും കാണിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ മുഖം വികൃതമാക്കപ്പെട്ടു. അതിഭീകരമായിട്ട് മനസാക്ഷിക്ക് കുത്തില്ലാതെ ചെയ്തേക്കാണ്. രാവിലെ 10 മണി മുതൽ 6 മണിക്കുള്ളിലാണ് ഈ 3 സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത്. നമുക്ക് എത്രത്തോളം ആ കുട്ടിയുടെ മനസ്സിൽ അതുണ്ടെന്നുള്ളതാണ്. രാവിലെ അവൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങി വാപ്പയുടെ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ വാപ്പയുടെ ഉമ്മേനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് പോയി ചുറ്റിക വാങ്ങി സ്നേഹിച്ചിരുന്ന പെൺകുട്ടീനെ കൊല്ലുക, അവൻ്റെ വാപ്പാൻ്റെ ബ്രദറിനെയും വൈഫിനെയും കൊലപ്പെടുത്തുക. അതിന് അവസാനം അവൻ്റെ കുഞ്ഞനിയൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞനിയനെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ഞാൻ ആ ഒരു ഭീകരാവസ്ഥയെ പറ്റിയിട്ട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നടന്നത് തിരുവനന്തപുരത്ത് ഏതോ ഒരു സ്ഥലത്തല്ലേ എന്നല്ലേ. കഴിഞ്ഞ ആഴ്ച നമുക്ക് തോന്നിയത് അത് കോട്ടയത്തായിരുന്നല്ലേ. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തോന്നിയത് എന്തായിരുന്നു? ഇന്ത്യയിൽ അതെവിടെയോ ഹരിയാനയിലോ ഗുജറാത്തിലോ എവിടെയോ എന്നല്ലേ. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ നമ്മുടെ കേരളത്തിലാണ് എന്ന് അറിയാൻ തുടങ്ങി. ഈ പ്രശ്നം ഞങ്ങളുടെ ഓരോരുത്തരെയും, എൻ്റെയും നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുൻപിൽ ഈ പ്രശ്നം നിൽപ്പുണ്ട്. നമ്മളുടെ അശ്രദ്ധ കാരണം നാളെ ഈ പ്രശ്നം നമ്മളുടെ ഡോർ തുറന്ന് നമ്മുടെ വീട്ടിനകത്തേക്ക് എത്താം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളുടെ അശ്രദ്ധ കാരണം ഈ പ്രശ്നങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് എത്തപ്പെടാൻ അധികം ലേറ്റ് ആവില്ല. ഇത് കേൾക്കുന്ന പാരൻസ്, എന്നെ പോലുള്ള പാരൻസ് എന്താ മനസ്സിൽ പറയാമെന്നറിയോ? എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെയല്ല വളർത്തുന്നത്, എൻ്റെ മോൻ അങ്ങനെ ആവില്ല, എൻ്റെ മോൾ അങ്ങനെ ആവില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പ്രതിയാക്കപ്പെട്ട 23, 22, 24 വയസ്സുള്ള പ്രതിയാക്കപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ ആരും തന്നെ നമ്മളുടെ കുട്ടി തെറ്റ് ചെയ്തു എന്ന് വേറൊരാൾ പറഞ്ഞാൽ അല്ലെ ചൂണ്ടിക്കാണിച്ചാൽ അത് സമ്മതിക്കുകയില്ല. നമ്മൾ നമ്മളുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട സമയമാണിപ്പോൾ. കാരണം ഇന്ന് ഈ കൊലപാതകം നടത്തിയ കുട്ടി ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയായിരുന്നു. ഇതിനു മുമ്പ് ലഹരിക്ക് അടിമയായിരുന്നു. 23, 24 വയസ്സുള്ളവരാണ് 3 പേരെ കൊലപ്പെടുത്തിയത്. എന്നാൽ ഇന്നലെ നടന്ന കൊലപാതകം അവൻ്റെ ഫാമിലിയിലുള്ള, അവനെ പെറ്റ് വളർത്തിയ ഉമ്മ, അവൻ്റെ ഒപ്പം അവനെ എടുത്ത് വളർത്തിക്കൊണ്ട് നടന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ അനിയൻ, അവൻ കൊലപ്പെടുത്തുന്ന സമയത്ത് ഇവരൊക്കെ അവനെ ദയനീയമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ലേ? മനസാക്ഷി മരവിച്ചു പോയ ഒരു ജനറേഷൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. സ്വന്തം അമ്മേനെ മൊബൈൽ നൽകാത്തതിൻ്റെ പേരിൽ കഴുത്തിന് വെട്ടിയ മകനുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. നാളെ ഇതൊക്കെ നമുക്ക് സംഭവിക്കില്ല എന്നെങ്ങനെ അറിയാം? നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മക്കളുടെ വാശിക്ക് വേണ്ടി നിൽക്കുന്നത് ഒന്ന് മാറ്റിവെച്ച് മക്കൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുക. നമ്മളുടെ മക്കളുടെ മാറ്റങ്ങൾ ഏറ്റവും ആദ്യം നമ്മളോട് പറഞ്ഞു തരാൻ പോകുന്ന അവരുടെ ടീച്ചേഴ്സ് ആയിരിക്കാം. ടീച്ചേഴ്സ് നമ്മളെ വിളിച്ച് അവൻ പഠിക്കുന്നില്ല, അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് നമ്മളുടെ ഈഗോ മാറ്റി വെച്ച് നമ്മളുടെ മക്കൾ പെർഫെക്റ്റ് ആണ്, അല്ല എൻ്റെ പാരൻറ്റിങ് പെർഫെക്റ്റ് ആണെന്നുള്ള ഈഗോ മാറ്റി വെച്ച് നമ്മളുടെ മക്കളെ നമ്മൾ നോട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ ഇത് ചോദിച്ചറിയാനുള്ള ക്ഷമയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് അതിനുള്ള ഫെസിലിറ്റീസ് ഇന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളും പെയ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സംവിധാനങ്ങളും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ഒരുപാട് തെറാപ്പി സെൻറ്റേഴ്സും മറ്റും ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു കൺസൾട്ടേഷൻ നേടേണ്ടത് അത്യാവശ്യമാണ്. എനിക്കറിയാവുന്ന ഒരു ട്യൂഷൻ ടീച്ചറുണ്ട്, എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കാണ്. അവർ ഒരു കുട്ടീനെ ഇതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, മറ്റുള്ളവർ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ പാരൻറ്റിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടീനെ ട്യൂഷൻ സെൻറ്ററേ ആ പാരൻറ്റ് മാറ്റിക്കളഞ്ഞു. ആലോചിച്ച് നോക്കി, സ്കൂൾ മാറ്റിക്കളയുന്ന അവസ്ഥ. ഇന്ന് ടീച്ചേഴ്സ് കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ ടീച്ചേഴ്സിനൊപ്പം നിൽക്കാതെ കുട്ടികൾ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന പാരൻസ്, കുട്ടികളൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്തി കൊടുക്കാത്ത പാരൻസ്. കാരണം നമ്മളുടെ പാരൻറ്റിങ്ങിൽ വന്ന മാറ്റം തന്നെ, നമ്മളുടെ ഈഗോ തന്നെയാണ് അതിന് കാരണം. ഞാൻ ഉൾപ്പെടുന്ന പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മക്കളിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ബാഗിൽ എന്താണ്, അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, അവർ കാണുന്ന ഫിലിം എന്താണ്. ഇന്ന് മൊബൈൽ കുട്ടികളുടെ അടുത്ത് സുലഭമാണ്. എന്തിനാണ്?
ഈ മൊബൈലിൻ്റെ അവൈലബിലിറ്റി കുട്ടികൾ കുറയ്ക്കുക. ഇന്ന് അവർ കാണുന്ന സിനിമ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ എൻ്റെ ഒരു 13-14 വയസ്സ് അത്ര ആയിട്ടില്ല, അതിന് മുമ്പായിട്ടുള്ള ടൈമാണ്. ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ TV-യും VCD-യും ഒക്കെ വന്ന സമയത്ത് ഏതോ ഒരു സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, വയലൻസ് ഉള്ള ഫിലിമാണ്. ഞാൻ ആ ഫിലിം കണ്ട് അത് അത്ര വയലൻസ് ഇല്ല അന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ. ഒരു ഇടി സീനും കാര്യങ്ങളും കണ്ടതിന് ശേഷം ഞാനും എൻ്റെ അനിയനും വഴക്കുണ്ടായ സമയത്ത് എൻ്റെ മൈൻഡിൽ വന്ന ആ ടൈപ്പ് ഓഫ് ഇടിയാണ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ അനിയനെ ഇടിച്ചത്. അതാണ് ഞാൻ ലാസ്റ്റ് കണ്ട ആക്ഷൻ ഫിലിം എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് അങ്ങനത്തെ ഫിലിംസ് ഞാൻ കാണാറില്ല. കാരണം അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ കൊലപാതകങ്ങളുടെ സീരീസൊക്കെ നോക്കിയാൽ പല സിനിമകളിലും പല കാര്യങ്ങളിലും കണ്ടിട്ടുള്ളത് തന്നെയാണ് അവരാ ചെയ്തേക്കുന്നത്. ചുറ്റികൊണ്ട് മുഖത്തടിക്കുക, തലയുടെ പിന്നിലടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഇൻഫ്ലുവൻസിങ് ആണ്. നമ്മളുടെ കുട്ടികൾ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണോ കാണുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. സ്കൂളുകളിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സിന് കുട്ടികളെ ശകാരിക്കാനും അടിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. ടീച്ചേഴ്സ് കുട്ടികളെ അടിക്കുന്നത് അത്യാവശ്യമാണ്, അവർ തെറ്റ് തിരുത്താനാണ് അടിക്കുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ടീച്ചേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കേണ്ടി വരും. ഇന്ന് അവിടെയും ഇവിടെയും മാത്രം നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അതിന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾ ടീച്ചേഴ്സോ അറിയാവുന്ന ആരെങ്കിലും വന്ന് നിങ്ങളുടെ മക്കളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. അതിന് ആ കുട്ടികൾ അങ്ങനെയാണോ, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ആ മക്കളെ അവർക്ക് ഇൻഫ്ലുവൻസ്. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോൻ അവൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നവൻ എൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് അവർ ആ പ്ലേസിലെല്ലാം സംസാരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരിലൂടെ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് കുട്ടീനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക. സോ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഇനിയും തിരുവനന്തപുരത്ത് നടന്നതും കോട്ടയത്ത് നടന്നതും കൊച്ചിയിൽ നടന്നതും നമ്മളുടെ വീടുകളിലേക്ക് നടക്കാതിരിക്കട്ടെ. ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ ചിന്തിക്കുക, ചിന്തിക്കാനായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകളും കൂടിയൊക്കെ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു.